വസന്തമ്മ പോയ വിഷമന്മാർക്ക് എന്തേലോ കാട്ടിക്കൂട്ടലല്ലേ വീട്ടിലേക്ക് കേറാൻ തോന്നുന്നില്ല. രണ്ടമ്മമാരും കൂടി ഇന്ന് എന്താന്ന് പരിപാടി? വസന്തമ്മേന്റെ മുടിയിൽ അമ്മ കുത്തബ് മിനാർ പണിയുന്നുണ്ട് കേട്ടാ. അമ്മേന്റെ മുടി ഇങ്ങനെ കോല് പോലെ ആയിന്. ഒന്നാമത് എല്ലാം പൊരിഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നിട്ട് മുടി അറ്റൊന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്താ മുറിച്ചിട്ട് നല്ല ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. കൊടി ഇതാ മുറിച്ച പീസ് ഇതാ ഒരുപാട് കോല് പോലെ ആയിട്ട് എന്തോ പോലെ. ക്ലിപ്പ് എടുക്കാം. മുടി പോകുമ്പോ ആയിരിക്കും സങ്കടം തന്നെ അല്ലേ. അപ്പൊ അന്ന് ഞാൻ ടൂറിന് പോയിട്ട് വരുമ്പോ മേടിച്ച ക്ലിപ്പാണ് കേട്ടാ. നല്ല ശങ്കില്ല ക്ലിപ്പ്. ആ അമ്മേന്റെ ക്ലിപ്പ് എന്താക്കിയമ്മ? നിക്കുന്നില്ലേ? നോക്കട്ടെ അമ്മ. അങ്ങോട്ട് തിരിഞ്ഞ അമ്മ. അങ്ങോട്ട് തിരിഞ്ഞേ. ബാക്ക് നോക്കട്ടെ. അങ്ങോട്ട് തിരി. അതൊന്ന് വാര്. ലൂടനും കൂടി വാർന്നു കൊടുത്താ. ആ മുറിച്ചെന്നേന്. ചിലവര് മുറിച്ചാല് നല്ല മുടി വളരും. അപ്പൊ ലോകൂട്ടന് ഇന്ന് പരീക്ഷയാണ്. ഉച്ചക്കാന്ന് പരീക്ഷ. പക്ഷെ ഇവര് സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവില്ല. രാവിലെ പതിപോലെ ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം പരീക്ഷയാണ് കേട്ടാ. ആക്ക് ഇന്നലെ മുതലേ നല്ല പനിയാണ്. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പറഞ്ഞയച്ചിട്ടാ. അപ്പം ഇപ്പൊ ഉച്ചക്ക് പരീക്ഷക്ക് മാത്രമായിട്ട് പോവേന്നേ. മലയാളമല്ലേ ലോകു ഇന്ന് പരീക്ഷ, കേരള പാഠാവലി. അപ്പോൾ നമ്മ പോകുമ്പം ലോകുവിനെ സ്കൂളിലാക്കിയിട്ട് അവിടെ നിന്ന് നേരെ പോവാ വിചാരിക്കും. ഭയങ്കര മുടിയായാലമ്മേ മുറിക്കണം. ഇല്ല ഉച്ചക്ക് കഞ്ഞി കൊടുക്കണത്തല്ലേ. കഞ്ഞി കുടിച്ചിട്ടാകുമ്പോൾ ഗുളിക കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്നിട്ട് ചോറ് കഴിക്കാടാ. അപ്പോൾ വസന്തമ്മ പോകുന്നതിനെപ്പോട്ടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയെന്ന്. അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ ഒരുമിച്ച് ചോറ് കഴിക്കല്ലേ. ഇനി എല്ലാം മിസ് ചെയ്യൂലേ. വരണോട്ടാ. ഞാനും ലേഖമ്മയും കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം നമ്മ ഇന്ന് പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. ഓണം സ്പെഷ്യൽ റെസിപ്പി ഉടനെ വരുന്നതായിരിക്കും. അപ്പം ആദ്യം പുളിയിഞ്ചിയാന്ന് വിളമ്പുന്നു. ചോദിക്കാനും പറയാനും മടിയാണ്. എന്തേ പുളിയിഞ്ചിയാ എടുത്തോ? ആയിരുന്നില്ലേ നമുക്ക് ഓണത്തിന് ആദ്യം ആക്കിക്കൂടെ അല്ലേ. ഈടെ എന്ന് നാണക്കടി കഴിക്കുന്നത്. പിന്നെ അമ്മക്ക് ഇഷ്ടപ്പെട്ട ഇലയാന്ന് നമ്മളെ പൊന്നാങ്കണ്ണീൻ്റെ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതന്നെ ഇന്ന് രാവിലെ വറവാക്കിനി ഇടാ. രാവിലെ എല്ലാം റെഡിയാക്കിനി. പിന്നെ സാമ്പാറും ഉണ്ട്. എന്റെ ശരിക്കും പേര് ആരല്ലോ കമന്റ് ഇട്ടിന്. എന്നാലും നമുക്ക് ഇതേ വായിൽ വരില്ല. ശീലായി. അതെ നമ്മ ചോറ് കഴിച്ചിട്ട് വരാം. ഒരു 12:50 വണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ പോകുന്ന വഴിക്ക് തന്നെ ലോകുവിനെ പരീക്ഷയ്ക്ക് ആക്കണം. ലോകുവിന് 1:30 പരീക്ഷ തുടങ്ങും. അപ്പോൾ 1 മണിയാകുമ്പത്തേനും ഓരോ സ്കൂളിലാക്കണം. അപ്പം നമ്മൾ വേഗം ചോറെല്ലാം കഴിച്ചിട്ട് വരാം. പുളിയിഞ്ചി മാത്രം മതി ചോറ് കഴിക്കാൻ. അത്രയും ടേസ്റ്റ്. നല്ല രസമുണ്ട്. അടിപൊളി. പുളിയിഞ്ചിയുടെ റെസിപ്പി ദിവസം തന്നെ ഇടുന്നതാണ് കേട്ടാ. എല്ലാരും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ. ഓണത്തിനെല്ലാം നമുക്ക് നല്ലോണം ജാസ്തി ആക്കിയാൽ ഒരു കുപ്പിയിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യത്തിന് എടുക്കാം. അതെ നമ്മ ഉണ്ടാക്കിയതിന് ഓണത്തിനും നിൽക്കൂല. ടൈപ്പ് തന്നെ നമ്മ തീർക്കല്. അത്രയും നല്ല രസം. അങ്ങനെ കുറച്ചേ ഉണ്ടാക്കും ചോദിച്ചു. 150 ഗ്രാമിന്റെ ഇഞ്ചി കൊണ്ടാണ് ഉണ്ടാക്കിയത്. പുളിയിഞ്ചി ഇവിടുന്ന് മര്യാദക്ക് കഴിക്കാൻ പറ്റിയിട്ടല്ലേ പുളിയിഞ്ചി.
വീട്ടിലിരിക്കുന്ന നല്ലോണം ആദ്യം കൂട്ടാൻ. നല്ല സന്തോഷമുണ്ട് വീട്ടിലേക്ക് പോകുന്നതായിട്ട്. സ്വന്തം വീട്ടിലേക്ക് പോകുന്നതല്ലേ? അത് പിന്നെ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എപ്പോ അങ്ങനെ ഹാപ്പിയാണ്. ഫുൾ ഹാപ്പി മൂഡാണ് അമ്മേന്റെ. ഞാനിപ്പോ പറയുന്നില്ല, ഞാൻ വേഗം വരാൻ പറഞ്ഞാൽ ചില സ്കൂളാക്കണം. അപ്പൊ ലോകുന്റെ സ്കൂൾ എത്തിയിട്ടാ. കഴിഞ്ഞ സമയം കൊട തുറക്കണേ. പെരുമ്പ പാലം കഴിഞ്ഞു. ശാന്തി ടാക്കീസ്. നല്ല പച്ചക്കറികളുണ്ടല്ലേ? എല്ലാം ഇല്ലാന്ന് തോന്നുന്നു. വാതിൽ പൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ വീട് തന്നെ നമ്മളെ ബന്ധുവിന്റെ വീടാണ് കേട്ടോ, അനുവേച്ചിന്റെ. പോയിട്ട് വരാ. കാട്ടുതാള് ഇഷ്ടം പോലെ ഉണ്ടമ്മ. കാട്ടുതാള് കറിയൊക്കെ ഉണ്ട്. അന്ന് നമ്മ ചക്കക്കുരു കൂട്ടിട്ട് കറി വെച്ചിട്ടേ. എന്ത് രസല്ലേ? നല്ല ഉണ്ട് കേട്ടാ. കൂടാൻ പറ്റുമോ അതിനെ കൊണ്ട്? നോക്കണേ കല്ല്. നിറച്ചായിട്ടുണ്ടല്ലേ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ഇതെല്ലാവരും നടുന്നതാണ്. ഇതെന്താ ഇങ്ങനെ കടത്തിൽ കൊണ്ടേ ചാടിയതാ എല്ലാവരും? അല്ല, ഇവിടെ മുമ്പേ ഉണ്ട്. അത് വേര് പൊട്ടി പൊട്ടി അങ്ങനെ ആയതാണ്. ഇതിനെ ഇങ്ങനെ കണ്ട പോലെയാണോ ഒരു മഞ്ഞളുടെ എല്ലാം പോലെ മുമ്പേ ഉണ്ട് ഇടാ. നമുക്കൊന്ന് നടാൻ വേണ്ടിട്ട് ഒന്ന് പൊരിക്കതാ. അങ്ങോളുണ്ട് കേട്ടാ. എന്താ അങ്ങോളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ അതാ നമ്മളെ വീട് കേട്ടാ. പൂ ഇത് തൈ പൊരിക്കുന്നില്ലേ? തൈ പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതെ, എന്ത് മതിയാ? ഇതന്നെ കുറേ ആവും. അപ്പൊ അമ്മ ആ പോട്ടെ എന്നാല്. എനി അപ്പം വരല്. വേഗം വരാതെല്ലാം പറയുന്നുണ്ട്. ഇനി പുറത്തൊന്നും ഇറങ്ങണ്ട. എല്ലാം ആക്കിയാൽ മതി. വഴുതണ്ട വഴുതിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ ഷുഗറുടെ ഗുളിക വാങ്ങാൻ പോയിട്ടില്ല. ആയില്ലേ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? പിന്നെ യാത്രയില്ല. അപ്പം നമ്മളെ വസന്തമ്മേനെല്ലാം കൊണ്ടാക്കിയിട്ട് വന്നു. ആടുന്ന് കൊണ്ടുവന്ന ചെടി ഇതാ കയ്യോടെ നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അമ്മ.
നമ്മളെ ചെണ്ടുമല്ലികയിൽ ഇതാ വലുതായിട്ടാ. ഓണത്തിന് പൂ പിടിക്കുമോന്ന് അറിയില്ല. അമ്മ പിടിക്കുവാ? മുട്ട് ചെറുങ്ങനെ വരുന്നുണ്ട്, പിടിക്കുമോന്നറിയില്ല. അപ്പൊ നമുക്ക് ഈ കേറി വരുന്ന അടന്നെ നട്ടുകൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് നട്ടിട്ട് പൂ പിടിക്കട്ടെ. നല്ല പ്ലാസ്റ്റിക് കണക്കത്തെ പൂവാണ്. നല്ല രസമുണ്ടല്ലോ അത് കാണാൻ. അത് കടയെല്ലാം ചെടിയെല്ലാം വെക്കുന്നിടത്തെല്ലാം അങ്ങനത്തെ കാണലുണ്ട് ഞാൻ. അത് അതിന്റെ മഞ്ഞ ചുവപ്പ് എല്ലാം ഒന്ന് നട്ടാൽ തന്നെ ഇത് കുറേ ആവും തോന്നുന്നു അല്ലേ? ഇവിടെ നട്ടുകൊടുത്തിട്ടുണ്ട്. എന്തായാലും ജയിക്കും. ചെറിയ മുട്ട് വരുന്നുണ്ട്. പക്ഷെ എന്തോ പച്ചത്തുള്ളനെ പോലത്തെ ഒരു കറുത്തതില്ലേ, അത് വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ നല്ല തിന്ന്. നമ്മ ഓണത്തിന് പൂ പിടിക്കുന്ന വിചാരിച്ചിട്ടതാ 2 സൈഡിലും നട്ടുകൊടുത്തിട്ടുണ്ട്. അതിന് കഴിഞ്ഞ പോലും ഇതേപോലെ നട്ടിട്ട് പൂ ഓണം കഴിഞ്ഞിട്ട് അന്ന് പിടിച്ചിനല്ലേ. ഇപ്രാവശ്യം നേരത്തെ മുട്ട് വന്നിനി, ഓണം കഴിഞ്ഞിട്ടാണ് പൂ പിടിച്ചത്. ഇപ്രാവശ്യം അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മൾ നട്ടിന്. പക്ഷെ ഒരേ മഴയായതുകൊണ്ട് അധികം പൂ പിടിക്കൂലമ്മേ. 2 ആഴ്ചയും കൂടി ഉണ്ടല്ലേ. നമ്മ എന്നിട്ടാകുമ്പോൾ കുറേ മറ്റേ വളവും ഇതെല്ലാം വേഗം ആവാൻ വേണ്ടിയിട്ട്. നല്ല മഴയായോണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ പൂ പിടിക്കേണ്ട സമയമായി. ഇപ്പം വീട്ടിലെല്ലാരും പൂടാൻ തുടങ്ങിയില്ലേ. അമ്മയെല്ലാം സംക്രമത്തിന് പൂടാൻ തുടങ്ങിയിന്. ഞാൻ അതൊന്നും മുതലേ ഇടുന്നില്ല കേട്ടാ. അപ്പോൾ ഇപ്പം വിരിഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ ഇതന്നെ പറിച്ചിട്ട് പൂടായിരുന്നു അല്ലേ. ഇപ്പം ചെമ്പരത്തിയിലാണ് ഇടുന്നത് പൂ. അമ്മേൻ്റെ വണ്ടക്കെല്ലാം നല്ല ഉഷാറായല്ലോ അമ്മയുടെ. നല്ല ഉഷാറുണ്ട് നോക്കാലോ. അപ്പം അന്ന് നമ്മ നട്ട വെണ്ടയ്ക്കാന്നേ അതെല്ലാം പൂക്കലായല്ലോ അമ്മേ. ഏത് വണ്ട ഇത്? സാധാ വണ്ടയല്ല, ആ വലിയ വെള്ളയാ? അറിയില്ല, അവര് തരുമ്പോ നമുക്ക് പിന്നെ വലിയ വണ്ട എന്നെല്ലാം പറഞ്ഞിട്ടാണ് തരല. ഇനിയിപ്പൊ പിടിക്കുമ്പോ അങ്ങനത്തെ അറിയില്ല. ചെറിയ വണ്ടേന്റെ തൈ ഉണ്ട്. എല്ലാം രണ്ടും കൂടി. അല്ല, അതിന്റെ തണ്ട് കാണുമ്പോ വെള്ള വണ്ടേനെ പോലെ ഉണ്ടല്ലോ തണ്ട്. സാധാ വണ്ടിയല്ല തോന്നുന്നു. 2 സൈസ് വണ്ടിയും മേടിച്ചിന് നമ്മ. അത് നട്ടത് അപ്പുറാന്ന് കലർത്തി നട്ടത്. ഇത് അങ്ങനത്തെ അറിയില്ല, അച്ഛൻ കൊണ്ടുവന്നേ തന്നു. വലുതാന്നോ ചെറുതാന്നോ അറിയില്ല. പിടിക്കുമ്പോ കാണുമ്പോ അത് വലുതാന്ന് തോന്നുന്നു അല്ലേ. വലിയ വെള്ള വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും സാരല്ല, വെണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് മതി നമുക്ക് സാമ്പാറിന്. അത്രയും വലുതായിരിക്കും. മുമ്പേരം പിടിക്കുന്നതാണെങ്കിൽ അറിയില്ല നമുക്ക്. വെണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസം. അപ്പം നിന്റെ അടുത്ത് 2 വെണ്ട പറിക്കാനുണ്ട്. ഒരു ഉണ്ട വേണ്ട അത് പറിക്കാം നമുക്ക്. പിന്നെ അത് മൂക്കും. അമ്മ വണ്ടിയും കൂടി നിങ്ങളെ തോപ്പിച്ചു കേട്ടാ. എന്താ കൊക്കാട്ടി പറിക്കാണ്ട് വലിയ ഉയരം വെക്കുന്ന വണ്ടിയാണ്. 2 വെണ്ടൊക്കെ ഉണ്ട് പറിക്കാനായി. കാണുമ്പോൾ വിചാരിക്കും അത് മൂത്തിതായിരുന്നു. പക്ഷെ മൂത്തിട്ടാട്ടാ. നല്ല ചെള്ള് വെണ്ടയാണ്. ചള്ള് എന്ന് പറഞ്ഞാൽ അധികം മൂക്കാത്ത വെണ്ട. വലിയ ഡുണ്ടു മണീനെ പോലെയുണ്ട്. 2 പയറും ഉണ്ടെങ്കിൽ ഒരു ഉപ്പേരി. അപ്പോൾ ഇതാ ഇത് വേനൽക്കാലത്തെ നട്ടയാണ്. വേനൽക്കാലത്ത് കുറേ വെണ്ടൊക്കെ പിടിച്ചിന്. പിന്നെ പിടിക്കാണ്ടൊന്നും. ഇപ്പോഴും മഴക്കാലം ആദ്യം പിടിക്കുന്നു. വസന്തമ്മ പോയ വിഷമന്മാർക്കാൻ എന്തോ കാട്ടിക്കൂട്ടലെന്നെ. വീട്ടിലേക്ക് കയറാൻ തോന്നുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞു അങ്ങോട്ട് കയറിയാട്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോ എന്തോ പോലെ തന്നെയാണ്. മനസ്സിലെന്തോ ഒരു കനം പോലെ. എന്തിനാ വസന്തേച്ചി പോയത് എന്നല്ല ഞാൻ പറയുന്നത്. വിഷമം. അപ്പൊ അതിക്കുട്ടൻ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് വന്നു. എങ്ങനെയുണ്ടായിനി പരീക്ഷ? എങ്ങനെയുണ്ടായിനി? കുഴപ്പമില്ല. അപ്പൊ അമ്മമ്മ പോയിടാ. അതിക്ക് ഇന്ന് രാവിലെയാന്ന് പരീക്ഷ ഉണ്ടായിനി. രാവിലെ പോയിട്ടുണ്ടായിന്. അക്കാദമിയിലും രാവിലെ ക്ലാസ് ഉണ്ടായിനി. അപ്പൊ രാവിലെ പോയിട്ട് ഇപ്പം നമ്മ പോയ പിന്നെ ഞാൻ ഓൻ വരുന്നത്. എന്നിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടായിന്, എന്തിനാ എന്നെ കൂട്ടിയിട്ട് പോയിക്കൂടെ അമ്മമ്മേനെ കൊണ്ടാക്കാന്നെല്ലാം പറഞ്ഞു. ലോകുന് സ്കൂളിൽ വൈകും, അവന് പരീക്ഷയല്ലേ. അപ്പൊ ഓനാക്കിയിട്ട് അങ്ങനെ നേരെ നമ്മ പോയതാന്ന്. പോയിട്ട് എന്തോ പോലെ അല്ലേ. വീട്ടിലേക്ക് കയറാൻ തോന്നുന്നില്ല. എന്തോ പോലെ കൊറേ നാളായില്ലേ നമ്മളെ ആരുതിനെ നമ്മ അങ്ങനെ ഒരു വിഷമം കാണിച്ചിട്ട് അമ്മക്കും കൂടി വിഷമാവുന്നോണ്ട് എന്തോ പോലെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറാൻ തന്നെ തോന്നുന്നില്ല. വരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞിന്. എന്നാലും ഒരു വിഷമം പോയിട്ട്. ആരും ഇല്ലാത്ത പോലെ പോകുമ്പോ അങ്ങനെ വാതിലടച്ച് കൂട്ടിയിട്ട് പോകണം. അമ്മ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ആക്കാനാണെങ്കിലും അമ്മ കഴിയുന്നല്ല എന്തെങ്കിലും ആക്കുകയും ചെയ്യും. പിന്നെ ഇനിയിപ്പം
പഴയ പോലെ ഞാനും അമ്മയും മാത്രമായി വീഡിയോയില്. അതന്നെ എനിക്കും വിഷമം. അതിലേക്ക് ഉണ്ടായ ഒരു തുറസാണ്. പിന്നെ അവിടെ അനിയൻ ഇല്ലു അമ്മ ഉണ്ടായാലും അനിയനും ഒരാളായി വൈകുന്നേരം പണിയെല്ലാം കയറി വരുമ്പോൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കാനല്ലോ. അങ്ങനെ അത് വിചാരിക്കുമ്പം അമ്മ പോയത് അങ്ങനെ കാലിന് സുഖമില്ലാതെ വന്നത് അവരിങ്ങോട്ട്. അമ്മക്ക് അവന് അന്നേരം തീരെ സുഖം ഉണ്ടായിട്ട് അമ്മക്ക് ഒറ്റക്കൊന്നും ഒന്നും ചെയ്യാനേ പറ്റുന്നുണ്ടായിട്ട് അങ്ങനെയാന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിനി. മോനൊറ്റക്കല്ലേ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.